B4യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് MC റോഡിലുള്ള DTPCയുടെ കീഴിലുള്ള ഒരു വഴിയോര വിശ്രമ കേന്ദ്രമാണ്. കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് പേര് ഏറ്റെടുത്ത് നടത്തിയിട്ടും യാതൊരു വിജയവും കാണാത്ത ഒരു സ്ഥാപനം ഇപ്പോൾ ജ്യോതികുമാർ എന്ന് പറയുന്ന ഒരാൾ ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം അവിടെ പല സെക്ഷനായിട്ട് തിരിച്ച് കുട്ടേട്ടൻ്റെ തട്ടുകട, നല്ല വെറൈറ്റി ഫുഡുള്ള നല്ല ഒന്നാന്തരം ഒരു തട്ടുകടയാണ്. പിന്നെ കൂടാതെ അതിൻ്റെ തൊട്ടടുത്ത ബേക്കറി ഉണ്ട്. പിന്നെ ടേക്ക് എ ബ്രേക്കിൻ്റെ കീഴിലുള്ള ഒരു പ്ലാന്റ്സ്, ഒരു നേഴ്സറി വന്നിട്ടുണ്ട്. ഇവിടെ നേഴ്സറി എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകളുള്ള ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ്. അതുകൊണ്ടാണ് ഞാൻ വ്ലോഗ് ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ അതിൻ്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പ്ലാന്റ്സൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ, നല്ല നല്ല പ്ലോട്ട്സുകൾ. ഇവിടെ ഒരു അമ്പലക്കുളം ഉണ്ട്. അമ്പലക്കുളത്തിൽ പൂവൊന്നും ആയിട്ടില്ല. ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോവുകയാണ്. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകളുണ്ട്. നല്ല രീതിയിൽ വിജയം കാണുമെന്നാണ് വിശ്വാസം. MC റോഡിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ്. എപ്പോഴും വലിയ വലിയ ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പോകുന്ന ഭാഗമാണ് ഇവിടെ. വളരെ ലാഭത്തിലുള്ള മനോഹരമായ പോട്ടുകൾ, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ വില കുറവുള്ള പോട്ടുകൾ ഇവിടെ ലഭ്യമാണ്. ചെടികളും അധികം വിലകളൊന്നുമില്ല. നല്ല മനോഹരമായ ചെടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പാസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കയറിയിട്ട് പിക്ക് ചെയ്യുക. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഇന്ന് സ്റ്റാർട്ടിംഗ് ആയിട്ട് കുറച്ചൊക്കെ വന്നിട്ടുള്ളൂ. ഇനി ഒരുപാട് വരാനിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ അക്വേറിയവും പിന്നെ കുറച്ച് ബേഡ്സും ഒക്കെ ഉണ്ട്. അത് ഞാൻ കാണിക്കാം. പൂക്കളൊക്കെ കാണുന്നതിന് എന്ത് രസമല്ലേ, മനസ്സിന് എന്തൊരു സന്തോഷം തരുന്നല്ലേ. കുറേ പ്രാവുകളുണ്ട്, 2 മഞ്ഞക്കിളിയുണ്ട്. പിന്നെ ഏതാണ്ട് ഇവിടെ കുറച്ച് അക്വേറിയത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അങ്ങനെ എല്ലാം ജസ്റ്റ് ഒന്ന് അവർ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. എന്നാണ് ഞാൻ പറഞ്ഞില്ല, ഉദ്ഘാടനം ആയതേ ഉള്ളൂ. പിന്നെ എല്ലാം വെറൈറ്റീസൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ്. ഇത് കേരള സർക്കാർ സ്ഥാപനമാണ്. ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം. 2016 ഈ സ്ഥാപനം സ്ഥാപിതമായത്. പക്ഷേ വിചാരിച്ചത്ര വിജയത്തോടുകൂടി ഇതാർക്കും നടത്താൻ തന്നെ കഴിഞ്ഞില്ല. പക്ഷേ ഇതിപ്പം വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ബേക്കറി, ഇതിനോട് ചേർന്ന് തന്നെ തട്ടുകടയും എല്ലാം ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വെറൈറ്റി എന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞിയാണ്. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ പഴങ്കഞ്ഞി കുടിക്കാൻ. ഇതാണ് MC റോഡ്. ദൂരയാത്രക്കാർക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനും വിശ്രമിക്കാനും ഒക്കെ പറ്റിയ നല്ല ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥാപനമാണിത്. നല്ല സുന്ദരി പ്രാവും കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. ഇതാ കണ്ടോ, നല്ല ഭംഗിയിലാണ്. ഇതാ 2 മഞ്ഞക്കിളികൾ. ഇതൊക്കെ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറേ വെറൈറ്റീസുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതാണ്ട് ഫിഷ്, കുറേ ഫിഷുകൾ ഒക്കെ ഉണ്ട്. എല്ലുകറി അല്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടേട്ടൻ്റെ തട്ടുകടയില്ലേ, ആ തട്ടുകടയിലെ സ്പെഷ്യൽ എല്ലുകറി. ഇത് എന്തിൻ്റെയാണ്? ബീഫിൻ്റെ അല്ലേ? ബീഫിൻ്റെ എല്ലുകറിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഇതും കപ്പയും ഒക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യല്. പിന്നെന്താണ്, നാടൻ ചിക്കൻ കറി, ലിവർ ഫ്രൈ അല്ലേ. ഓക്കെ, ഉണ്ടാവും. എല്ലാവരും കഴിച്ചു, വയറുന്നതേ കഴിച്ചേട്ടോ. പിന്നെ ഇതിന് എന്താണ്, ഇത് നാടൻ ചിക്കൻ കറി. പിന്നെ ഇതിൽ എനിക്ക് നല്ല കൊതി വരുന്നുണ്ട്. സാധാ ചിക്കൻ കറി, പിന്നെ കപ്പ. പിന്നെ ഇവിടെ മെയിനായിട്ട് പഴങ്കഞ്ഞിയായിരുന്നു. ഇന്നെന്തോ ഒരു പഴങ്കഞ്ഞി വെച്ചില്ല. പിന്നെ ഇത് ബീഫ് ഫ്രൈ. അങ്ങനെ ഇതാണ് ബിരിയാണി, ചോറ്. അപ്പം ഇതാണ് ആ തട്ടുകട. MC റോഡിൻ്റെ സൈഡിലുള്ള ഈ വഴിയോര വിശ്രമ കേന്ദ്രത്തിലെ കുട്ടേട്ടൻ്റെ തട്ടുകട. ഇതിലേ പോകുന്നവരൊക്കെ ഇവിടെ കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും കഴിച്ച് നോക്കാം കേട്ടോ. ഇതിൽ പോകുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് കയറി. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്, പിന്നെ വിശ്രമിക്കാൻ സൗകര്യമുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ദൂരയാത്രക്കാർക്ക് നല്ലൊരു ഭാഗമാണിത്. എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. കൂൾ ഡ്രിങ്ക്സും
പിന്നെ അത്യാവശ്യത്തിന് വീട്ടിലേക്ക് നല്ല ഫ്രഷ് എയർ കിട്ടും. അപ്പോൾ ദൂരെ യാത്ര ചെയ്യുന്നവരെന്തായാലും ഇവിടെ തന്നെ വന്നിട്ട് ഫുഡ് കഴിക്കുക. നല്ല ടേസ്റ്റി ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. വീഡിയോ ഒക്കെ എടുത്ത് നല്ല ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരികെ വീട്ടിലോട്ടെത്തി. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റാ ബൈ ബൈ, സി യു.